എന്താ മൈഥിലി ഇത്? നിനക്കെന്താ ഒരു മൂഡൌട്ട്? ഒന്നുമില്ല. കട്ടിലിനടിയിലിരിക്കുന്നവനെ എങ്ങനെ പുറത്തിറക്കുമെന്ന് ഓർത്താ എന്റെ ആദി. മൈഥിലി, ഐ ലവ് യു. മൈഥിലി, വിളക്കും കൂടെ എടുത്തോളൂ. ശരി തിരുമേനി. വാ മാലു. പൂജ തുടങ്ങാറായില്ലേ തിരുമേനി? ഉടനെ തുടങ്ങാം. സാവിത്രി, കാർത്തിക മൈഥിലി എന്താ വരാത്തത്? അവർക്ക് വേണ്ടിയല്ലേ ഈ പൂജ? അവരോട് വരാൻ പറയൂ. ഞാൻ അവരെ ഇപ്പൊ വിളിക്കാമേ. എന്റെ മകനെ വിളിക്കേണ്ടത് ഞാനല്ലേ? അതിനെതിരെ ഇവിളി ചാടിക്കേറി പോകുന്നത്. ഇതാരാ ചേട്ടാ? എനിക്കും മനസ്സിലാവുന്നില്ലല്ലോ. ആ ചേട്ടനാണോ ചേച്ചിയാണോ? അതാണാണോ പെണ്ണാണോ എന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. ഹായ്. 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 ഇങ്ങോട്ട് വാ. വാ. ചേച്ചിന്റെ പേരെന്തുവാ? മീനാക്ഷി. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് അശ്വിൻ. എന്റെ പേര് അതിഥി. കൊള്ളാലോ. നിങ്ങൾ ഏത് സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നത്? ഞാൻ 5th-ലും ഇവള് 3rd-ലും. ആ, അപ്പൊ എനിക്ക് പറ്റിയ ഫ്രണ്ട്സാ. ഇന്ന് മുതൽ നമ്മള് ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്ത് പറയുന്നു? ചേച്ചി ഞങ്ങളുടെ ആരാ? ആ, ഞാൻ നിങ്ങളുടെ ആരുമല്ല, പക്ഷെ ഒരു ചീഫ് ഗസ്റ്റാ. ദേ, ഈ ഔട്ട് ഹൗസിൽ താമസിക്കുക. അശ്വിൻ, അതിഥി, നിങ്ങളിത് എവിടെയാ? ദേ, പൂജയ്ക്കുള്ള സമയമായി. പിന്നെ കാണാം ചേച്ചി. ചേച്ചി. നീ ഇതെന്ത് ഭാവിച്ച? എന്ത്? എനിക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ലേ? ഇന്ന് ഈ വീടിനകത്തൊരു പൂജ നടക്കുക. സർവൈശ്വര്യ പൂജ. അതിന് ഞാനെന്ത് വേണം? പൂജ കഴിയും വരെ നീ ഈ വീടിനകത്തുനിന്ന് പുറത്തിറങ്ങരുത്. വേഗം അകത്തേക്ക് പോ. ഇതിനൊക്കെ ഞാൻ എന്തിനാ മുറി അടച്ചിരിക്കുന്നേ? ഞാൻ വന്ന് പൂജ കാണുന്നതിൽ എന്താ തെറ്റ്? നിനക്ക് പുലയുണ്ട്. പുലയോ? അതെന്തുവാ? തർക്കുത്തരം പറയരുത്. നീ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം.
നിനക്ക് ഈ വീട്ടിലുള്ള ആരുമായിട്ടും ഒരു ബന്ധവും ഇല്ല. നിനക്ക് ആകെയുള്ള ബന്ധം ഞാനുമായിട്ട് മാത്രം. വീട്ടുകാരുടെ ഐശ്വര്യത്തിന് വേണ്ടി നടത്തുന്ന പൂജയിൽ നീ പങ്കെടുക്കേണ്ട ഒരു കാര്യവുമില്ല. അവരുടെ ഒരു കാര്യത്തിലും നീ ഇടപെടാനും പാടില്ല. ആ അത് ശരി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ വീട്ടുകാരുമായിട്ട് ഇടപെട്ട നിങ്ങളുടെ പല രഹസ്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് പേടിയുണ്ടല്ലേ? നിങ്ങൾക്ക് എന്റെ അച്ഛനുമായിട്ട് ഉണ്ടായിരുന്നത് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ആണല്ലോ. വാ ഇവിടെ. വരാൻ. നടക്ക്. വാ. കൊറേ നേരം ഇതിനകത്ത് തന്നെ കിടക്ക. അതെ, നിങ്ങൾ എന്തിനാ എന്നോട് ദ്രോഹം ചെയ്യുന്നേ? ഞാനൊരു മനുഷ്യജീവിയല്ലേ? നിന്റെ ചില പ്രവർത്തികളെ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാ. ഞാൻ എന്ത് ഉപദ്രവം ചെയ്തു? മറ്റൊന്നുമല്ല, ഇന്ന് ചെമ്പകമംഗലത്ത് ഒരു വലിയ പൂജ നടക്കുന്നതാ. നീ പുറത്തു വന്നാലേ നീ അതിന് തടസ്സം ഉണ്ടാക്കും. ഞാൻ ഒരു തടസ്സം ഉണ്ടാക്കില്ല. തൽക്കാലം നിന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് പൂജ കഴിയുന്നത് വരെ നീ അകത്ത് കിടക്ക്. എന്നെ പുറത്തു വിടണം. ഞാൻ എങ്ങോട്ടെങ്കിലും പോയേക്കാം. നീ എങ്ങോട്ടും പോകുന്നില്ല. അല്ല, ഇതിന് ഇവർക്കിട്ടൊരു പണി കൊടുത്തേ പറ്റൂ. ഇവരൊറ്റൊരുത്തി കാരണം എന്റെ അമ്മ മരിച്ചത്. അവരുടെ ഒരു സർവൈശ്വര്യ പൂജ അത് ഞാൻ ശരിയാക്കി കൊടുക്കാം. അവര് വന്നില്ലേ? ഇപ്പൊ വരും തിരുമേനി. അങ്ങോട്ടിരിക്കുക. വാ ഇരിക്കാം. ഇപ്പൊ കണ്ട കോസലരാജ്യത്തെ രാമനെയും മിഥിലയിലെ സീതാദേവിയെയും പോലുണ്ട്. സീതാദേവിയുടെ പേര് തന്നെയാ. രാവണൻ ഇവിടെ നിൽക്കുന്ന കാര്യം ഇവർക്കറിയില്ലല്ലോ. ദുഷ്ടനായ രാവണനല്ല, സ്നേഹമുള്ള രാവണൻ. ആരും കണ്ണുവയ്ക്കാതിരിക്കാനേ ഞാനൊരു പൊട്ട് വിട്ടുതരാം. തൊട്ടു പോരുത്. കണ്ണു കിട്ടാതിരിക്കാനുള്ള പൊട്ട് തൊട്ട് കൊടുക്കാൻ നീ ആരാ? നിനക്കെന്താ ഇവനുമായിട്ടുള്ള ബന്ധം? ഇവർക്ക് ഈ വീട്ടിൽ ഒരു ബന്ധവുമില്ലേ? നീ ആരാ ഇവിടുത്തെ? സാവിത്രി, മര്യാദയ്ക്ക് സംസാരിക്കണം.
ഇത്രയും പേരുടെ മുന്നിൽ വെച്ചാ നീ നിരപരാധിയായ നന്ദിനെ അപമാനിക്കുന്ന കാര്യം ഓർക്കണം. നല്ല ബോധത്തോടു കൂടി തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. കാർത്തിക് എന്റെ മകനാ. അവനെ നൊന്തു പെറ്റത് ഞാനാ. വെറുതെ ആരെങ്കിലും കേറി അമ്മയെന്ന് വിളിച്ചു എന്ന് വെച്ചാൽ അവരാരും അമ്മയാവില്ല. സാവിത്രി, വാക്കുകൾ കത്തിമുനകളായി മാറുന്നു. അത് നീ സൂക്ഷിച്ചുപയോഗിക്കണം. ഞാൻ ചോദിക്കുന്നത് ന്യായമല്ലേ? ഭർത്താവും മക്കളും ഇല്ലാത്ത ഇവള് എന്റെ മരുമകളെ പൊട്ടു തൊടിയിച്ച ഇവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്. സാവിത്രി, ദൈവമേ, ഇവർക്ക് ഈ വീട്ടിൽ ഒരു റോളും ഇല്ലേ? സത്യത്തിൽ ഇവരാരാ? നന്ദിനി എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയ ഞാൻ എന്നും അത് കേട്ട് നിൽക്കുമെന്നും നിന്നോട് ക്ഷമിക്കുമെന്നും നീ കരുതുന്നുണ്ടോ? ഒരിക്കലും ക്ഷമിക്കാനാവാത്ത തെറ്റാ സാവിത്രി ചെയ്തത്. രാമ, നിന്റെ ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിയില്ലെങ്കിൽ പറയേ. ഇവളുടെ അമ്മയായ ഞാനിവളെ കൈകാര്യം ചെയ്യാം. അമ്മയ്ക്ക് എന്റെ ദൈവമേ കണ്ണിന് നേരെ കണ്ടുകൂടാ. എത്ര മോശമായിട്ടാ അമ്മ ദേവമ്മയോട് സംസാരിച്ചത്. എനിക്കിതൊന്നും സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. ദേവമ്മയുടെ മനസ്സ് എത്രമാത്രം വേദനിച്ചു കാണും. അപ്പൊ എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവള് മനസ്സിലാക്കണം. ഈ വീട്ടിൽ എനിക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ദേവമ്മയാണ്. ഈ പൂജയ്ക്ക് ഞാനും മൈഥിലിയും പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ദേവമ്മ ഇവിടെ ഉണ്ടാവണം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അതിനെ സമ്മതിക്കില്ല. അമ്മയുടെ അനുവാദം ഇതിന് എനിക്ക് ആവശ്യമില്ല. മുത്തശ്ശിയുടെ അനുവാദം മാത്രം മതി. ഭർത്താവ് ഉപേക്ഷിച്ച കുട്ടികളില്ലാത്തൊരു സ്ത്രീ ഈ പൂജക്കിരിക്കാൻ പാടില്ല. ഇവിടെ നടക്കുന്നത് സർവൈശ്വര്യ പൂജയാ. അവൾ ഈ വീടിന്റെ ശാപമാ. മഹാലക്ഷ്മി വിളയാടുന്നിടത്ത് മൂദേവി ഉണ്ടാവാൻ പാടില്ല. നിന്റെ നാവടക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുക. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. കാർത്തി, മുത്തശ്ശി പോയി നന്ദിനിയെ വിളിച്ചോണ്ട് വാ. ശരി. ദേവമ്മേ, ദൈവമ്മ കരയാതെ വിഷമിക്കാതെ. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് ദേവമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അതിനെനിക്ക് പരിഭവമൊന്നുമില്ല മോനെ, സങ്കടവും ഇല്ല. കേട്ടുനിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും വിഷമമുണ്ടായി. എന്ത് ചെയ്യാൻ പറ്റും? അമ്മയായി പോയില്ലേ? അതിന്
സാവിത്രി ചോദിച്ചതൊക്കെ ശരിയല്ലേ? ഞാനിവിടുത്തെ ആരാ? ദേവമ്മയുടെ സ്ഥാനം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തില്. അത് അമ്മയ്ക്ക് അറിയില്ലല്ലോ. ദേവമ്മ വന്നേ. പൂജയ്ക്ക് ദേവമ്മ ഉണ്ടാവണം. ഇല്ല മോനെ, ഞാനിനി വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ദേവമ്മ വന്നേ പറ്റൂ. അവിടെ ആ പൂജാരിമാരുൾപ്പെടെ എല്ലാവരും കാത്തിരിക്കുക. ഇനി ഞാൻ ആ പൂജയിൽ പങ്കെടുക്കുന്നത് ശരിയല്ല. ദേവമ്മ ഇല്ലാതെ ഞാൻ ഈ പൂജയ്ക്ക് ഇരിക്കില്ല. ദേവമ്മ വരണം. ഇനി ദേവമ്മ ആരും ഒരക്ഷരവും പറയില്ല. ഞാൻ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. ദേവമ്മ വന്നേ പറ്റൂ. പൊന്നുമോനെ, ഇനി ദേവമ്മ മോൻ നിർബന്ധിക്കരുത്. എന്റെ മനസ്സിന്റെ വിഷമം പെട്ടെന്നൊക്കെ അങ്ങ് മാറുമോ മോനെ? അതിനിത്തിരി സമയം എടുക്കില്ലേ? ഞാൻ വന്നില്ലെന്ന് കരുതി മോൻ വിഷമിക്കണ്ട. ദേവമ്മയുടെ എല്ലാ അനുഗ്രഹവും മോനുണ്ടാവും. ചെല്ല്, എന്റെ മോൻ ചെല്ല്. വാ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. നന്ദിനി വന്നില്ലേ മോനെ? ഇല്ല മുത്തശ്ശി. ഇങ്ങോട്ടിരിക്കൂ, പൂജ തുടങ്ങാം. നശിപ്പിച്ചല്ലോ അശ്രീകരം. നാശം പിടിച്ചവള് ഇതിനകത്ത് കേറിയത് എന്തിനാ? നിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് നാട്ടിച്ച് പുറത്താക്കണം. സാവിത്രി, ഇനി അവളെ തൊടരുത്. പൂജക്കുള്ള നിവേദ്യ പായസമാ തട്ടിക്കളഞ്ഞത്. ഇവളെ ഇന്ന് ഞാൻ വേണ്ട, നിന്നോട് ഇതിനകത്ത് വരരുതെന്ന് പറഞ്ഞല്ലേ? ഇവിടെ വലിയൊരു പൂജ നടക്കുക. ഇവളാണെങ്കിൽ സ്വന്തം അമ്മ മരിച്ച പോലെയുള്ള പെണ്ണും. ഈ പെണ്ണ് മഹാ അഹങ്കാരിയാ. ഇവളെയൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരാ ഇതിന് മറുപടി പറയേണ്ടത്. ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ നന്ദിനി? എന്നിട്ട് നീ എന്താ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? ഇവരെ ആരെങ്കിലും ഒരു രണ്ടെണ്ണം പറയുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മയെ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അത് അമ്മ, ഞാൻ ഇവളോട് പറഞ്ഞതാ ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. പറഞ്ഞിട്ടാണ് വന്നിരുന്നെങ്കിൽ അതിന്റെ പേരാണ് ധിക്കാരൊന്ന്. ഈ പെണ്ണിനെ കണ്ടറിയാം ഇവള് ധിക്കാരിയാണെന്ന്. അടക്കോ ഒതുക്കോ ഇല്ലാത്ത ഈ പെണ്ണിനെ ഇങ്ങനെ ആക്കുന്നതേ ദേ ഇവളാ. ഇവര് തമ്മിലേ
എന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? നിവേദ്യ പായസം തറയിൽ തെറിച്ച് വീണത് നിന്റെ അശ്രദ്ധ കൊണ്ടല്ലേ? ഇവളെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ നന്ദിനിയല്ലേ? ദേ, ഇനി നീ സംസാരിച്ചാൽ കൺട്രോൾ നഷ്ടപ്പെടുന്നത് എന്റെ ആയിരിക്കും. എന്നാലും ഇവള് കയറി വന്ന് ഈ പൂജയൊക്കെ അങ്ങ് മുടക്കിയല്ലോ. മഹാ കഷ്ടായിപ്പോയി. സർവൈശ്വര്യ പൂജ തുടങ്ങിയ പിന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളാണല്ലോ. എന്താ ഇത്? ഈ കുട്ടി എന്താ ഈ കാട്ടിയേ? അവൾക്കതിന് ഗൗരവം മനസ്സിലായില്ല. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാ ഈ കുഴപ്പം. പോലെയുള്ള പെണ്ണ് പൂജക്കിടയ്ക്ക് വന്നതുകൊണ്ട് എന്തായാലും ഈ പൂജ ഇനി നടക്കില്ല.